നമസ്കാരം. ആറ്റുകാലിൽ മോഹൻലാൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മോഹൻലാൽ മാമാനിക്കുന്ന മഹാദേവി ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താൻ പോയി. വഴിപാടിൻ്റെ പേര് മറികുത്തൽ എന്നാണ്. കാലദോഷങ്ങൾ മാറിക്കിട്ടാനുള്ള ഒരു വഴിപാടാണ് അത്. പക്ഷേ ആ വഴിപാട് നിർവഹിച്ച് പുറത്തെത്തിയ മോഹൻലാലിനെ കാത്തിരുന്നത് കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളാണ്. സൈബർ ബുള്ളിയിങ് ആണ്. മോഹൻലാൽ ഒരു തീവ്ര ഹിന്ദു പക്ഷപാതിയാണ്. ജാതി മേധാവിത്വത്തിൻ്റെ രീതിയിൽ പോകുന്ന ആളാണ്. ജാതി മേധാവിത്വത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ ആക്രമണങ്ങൾ മോഹൻലാലിന് നേരെ ഉണ്ടായി. സൈബർ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും സൈബർ സഖാക്കളും ഒക്കെയാണ് ഈ രീതിയിൽ ആക്രമണം നടത്തിയത്. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ ഇത്രയേറെ മോശമായി മോഹൻലാൽ ആക്രമിക്കപ്പെട്ട ഒരു ഘട്ടം അതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല. ആ രീതിയിൽ മോഹൻലാൽ തീവ്ര ഹിന്ദു പക്ഷപാതിയാണ്, ഇസ്ലാം വിരുദ്ധനാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ആറ്റുകാലിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും നമ്മൾ കാണേണ്ടതും. കാരണം ഇത്തരം വെട്ടുകിളിക്കൂട്ടങ്ങൾ കരുതിയിരിക്കുകയാണ്. മോഹൻലാലിന് ഇത് കാര്യമായ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കലാകാരൻ എന്നത് പൊതുവിൽ എല്ലാ സമൂഹങ്ങളുടെയും എല്ലാ സമുദായങ്ങളുടെയും ഭാഗമാണ്. എന്നാൽ അദ്ദേഹത്തിന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനുള്ള അവകാശമുണ്ട്, അതിനെ പിന്തുടരുവാനുള്ള അവകാശമുണ്ട്. മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടിക്ക് നിസ്കരിക്കാനും പള്ളിയിൽ പോകാനും ഒക്കെയുള്ള അവകാശമുള്ളതുപോലെ തന്നെ മോഹൻലാലിനും തൻ്റെ മതാനുഷ്ഠാന പ്രകാരമുള്ള ആചാരങ്ങൾ നിർവഹിക്കുവാനുള്ള അവകാശമുണ്ട്. എന്നിട്ടും മോഹൻലാലിനെ മതപരമായ രീതിയിൽ ഒറ്റപ്പെടുത്തുവാനുള്ള ഭീകരമായ ശ്രമമാണ് കേരളത്തിൽ നടന്നു വരുന്നത്. മട്ടാഞ്ചേരി മാഫിയാണ് ഇതിൻ്റെ പിന്നിൽ. പ്രധാനമായും ഇവരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. മോഹൻലാലിനെ ഒരു തീവ്ര ഹിന്ദു പക്ഷപാതിയും ജാതി മേധാവിത്വത്തിൻ്റെ ആളായും ചിത്രീകരിക്കുക, സുരേഷ് ഗോപിയും ഈ രീതിയിൽ തന്നെ ചിത്രീകരിക്കുക എന്നത് ഇവരുടെ ഒരു പതിവ് സ്വഭാവമാണ്. ദളിതന്മാരെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മോഹൻലാൽ സദാ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെ ഹിന്ദുക്കൾക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഏകീകരണത്തെ തടയിടുവാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ശ്രമം. ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ഗൂഢശ്രമം തന്നെയാണ് ഇത്തരം പ്രവൃത്തികളുടെ പിന്നിൽ. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കേന്ദ്രീകരിച്ച് ചില സാഹിത്യകാരന്മാർ, ചില എഴുത്തുകാരന്മാർ കൂടിയിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കടമ എന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPയെയും ഒക്കെ വെളുപ്പിക്കുക എന്നതാണ്. പ്രധാനമായും സണ്ണി കപ്പിക്കാടും ശ്യാംകുമാറും ഒക്കെയാണ് ഇവരുടെ പിന്നിലുള്ളത്. ഈ രണ്ടുപേരും സമയാസമയങ്ങളിൽ തീവ്ര ഇസ്ലാമിക പക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ഹിന്ദു ന്യൂനപക്ഷങ്ങളെ, അതായത് ഹിന്ദു ദളിത് വിഭാഗങ്ങളെ ഹിന്ദുക്കളിൽ നിന്ന് അകറ്റുക, അവരാക്രമിക്കപ്പെട്ടവരാണ്, മറ്റുള്ളവരെല്ലാം അവരെ ആക്രമിക്കുവാൻ നടക്കുന്നവരാണ് എന്നുള്ള ചിത്രീകരണമൊക്കെ കൊണ്ടുവന്ന് ഇവരെ പരമാവധി ഇതിൽ നിന്ന് അകറ്റി നിർത്തുക എന്നൊരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ആ രീതിയിൽ തീവ്ര ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ശ്യാംകുമാറും സണ്ണിയും കപ്പിക്കാടും. അത്തരത്തിൽ ആണ് മോഹൻലാലിനെതിരെയുമുള്ള ആക്രമണം നടത്തുന്നത്. അതായത് മോഹൻലാലിനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്രമിച്ചതിന് ശേഷം ഇതൊരു നായർ, നമ്പൂതിരി ഇങ്ങനെയുള്ള വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഈ വിഭാഗങ്ങളെല്ലാം മറ്റ് വിഭാഗങ്ങളെ ആക്രമിക്കുന്നവരാണെന്ന് ചിത്രീകരിക്കുക എന്നത് ഇവരുടെ പദ്ധതിയുടെ ഭാഗമാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതും നടന്മാരെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം അവരുടെ രീതിയിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഇവിടെ നടത്തിയെടുക്കുക. കൃത്യമായ രീതിയിൽ അവർക്ക് ഇതിനുള്ള ലാഭം ലഭിക്കുന്നുണ്ട്. ഈ ശ്യാംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സണ്ണിയും കപ്പിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ നല്ല ലാഭം ലഭിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാശ് കിട്ടുന്നുള്ളതായിട്ടുമാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പദം ലഭിക്കുന്നതിനും ഈ കാര്യങ്ങളൊക്കെയും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നു. അംബേദ്കർ എതിർത്ത ഇസ്ലാമിസ്റ്റ് നയങ്ങളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാമിക വിരുദ്ധമായി മാറുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഇസ്ലാമിന് നേരെ ഉന്നയിച്ചാൽ അതിനെ കൂടി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ രീതിയിൽ കേരളത്തിൻ്റെ സമൂഹത്തെ മലീമസമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തി വരുന്നത്. എന്തായാലും കേരളത്തിൻ്റെ സമൂഹം ഇതെല്ലാ കാലത്തും വച്ചു പൊറുപ്പിക്കില്ല, ശക്തിയുക്തം ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ
രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.